ഹലോ ഫ്രണ്ട്സ്, അയാൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായിട്ടാണ്. അതും ഷോപ്സിയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നു. ഓൺലൈനായിട്ട് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ, അതിൻ്റെ റിവ്യൂ, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഇനി സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഈ കാണുന്ന വെജിറ്റബിൾ ചോപ്പർ വന്നിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് പ്ലാസ്റ്റിക് ആണ്. ഇത് എന്തുകൊണ്ടും അടുക്കളയിൽ ഒരുപാട് സഹായകരമാകുന്ന ഒന്ന് തന്നെയാണ്. നമുക്ക് വെജിറ്റബിളൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ബ്ലേഡൊക്കെ നല്ല ഷാർപ്പായിരുന്നു. പെട്ടെന്ന് നമുക്ക് വെജിറ്റബിളൊക്കെ റെഡിയാക്കി ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത്. ഇതിൻ്റെ ബ്ലേഡൊക്കെ വന്നിട്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൈമുറിയും. നല്ല ഷാർപ്പായിരുന്നു, അതുപോലെ തന്നെ വളരെ തിന്നാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ല ഫ്ലെക്സിബിൾ ആയിരുന്നു. മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ്. അതുപോലെ സവാള, ക്യാരറ്റ്, ബീട്രൂട്ട് ഇങ്ങനെയുള്ള വെജിറ്റബിളൊക്കെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്യാബേജും തോരൻ അരിയുന്ന രീതിയിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കുനൂന അരിഞ്ഞെടുക്കണമെങ്കിൽ ഇത് ഒരുപാട് സഹായകരമാവും. അതുപോലെ തന്നെ ഓരോ അടുക്കളയിലും ഓരോ വീട്ടിലും ഇതുണ്ടെങ്കിൽ ജോലി എന്ത് എളുപ്പമാവുന്നോ. എന്തായാലും ഷോപ്സിൽ നിന്ന് പർച്ചേസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ്. ഇനി അടുത്തത് ഈ കാണുന്ന ബോട്ടിലാണ്. ഓയിലൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന ബോട്ടിലാണ്. നല്ല വലിപ്പം ഉണ്ടായിരുന്നു. 1000 ml ആണ്. 1 ലിറ്ററിൻ്റെ ബോട്ടിലായിരുന്നു. 2 എണ്ണമാണ്. കോംബോ ഓഫറായിരുന്നു. കോംബോ ഓഫറിൽ കിട്ടിയപ്പോൾ 2 എണ്ണം 150 രൂപയായി. 75 രൂപ, ഒരെണ്ണത്തിന് 75 രൂപ വെച്ചിട്ടാണ്. ഈ ഓഫർ ഇല്ലാത്ത സമയത്താണെങ്കിൽ 200, 230 ഈ ഒരു റേറ്റിനൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്തായാലും ഈ പർച്ചേസ് ചെയ്ത സാധനങ്ങളെല്ലാം തന്നെ ഓഫറുള്ള സമയത്താണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അളവൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഓയിൽ ഒഴിച്ച് വെക്കാൻ പറ്റും. എന്തായാലും മസ്റ്റ് ബൈ ഐറ്റം തന്നെയാണിത്. ഇത് കൈകാര്യം ചെയ്യാനും എളുപ്പമാണ്. ലിഡൊന്ന് ഓപ്പൺ ചെയ്യുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക, വയ്ക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് അതിലേക്ക് വീണ് പോകുന്നും പേടിക്കേണ്ട. കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് ഒഴിച്ചാൽ മതി. ഇതുപോലെ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ബുദ്ധിമുട്ടുകളൊന്നും തന്നെയല്ല. ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. മസ്റ്റ് ബൈ ഐറ്റം തന്നെയാണ്. ഇത് മാത്രമല്ല, ഇനിയും പർച്ചേസ് ചെയ്ത വേറെ സാധനങ്ങളുണ്ട്. ഇനി അടുത്തത് കണ്ടിട്ട് വരാം. അടുത്ത ഐറ്റമാണ് ഇത് ലിൻറ്റ് റിമൂവറാണ്. ലിൻറ്റ് റിമൂവർ എന്ന് വെച്ചാൽ ഈ ഡ്രസ്സുകളിലൊക്കെ നൂല് പൊങ്ങി നിൽക്കത്തില്ലേ, അതുപോലെ നൂല് പൊങ്ങി നിൽക്കുന്നത് ഡോഗ്സിൻ്റെയും ക്യാറ്റിൻ്റെയൊക്കെ രോമങ്ങൾ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് നല്ല യൂസാണെന്ന് എനിക്ക് തോന്നി. ഇത് വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരെണ്ണം 48, അങ്ങനെ രണ്ടും കൂടി 96 രൂപയാണ് എനിക്കായത്. അന്നും ഓഫർ റേറ്റിലാണ് കിടന്നത്. വലിയ തിരക്കേടില്ല. ഒരു പഴയ ഡ്രസ്സിൽ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്ന്. നൂലൊക്കെ പൊന്തി നിൽക്കുന്ന ഡ്രസ്സ് ഇതുപോലെ ഒന്ന് നേരെ വെച്ചതിന് ശേഷം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ പൊന്തി നിന്നിട്ടുള്ള നൂലെല്ലാം ഇതിലേക്ക് വരും. ആ ചെയ്ത സ്ഥലം കുറച്ചും കൂടി ഒന്ന് വൃത്തിയാവുന്നുണ്ട്. ബാക്കി അപേക്ഷിച്ച് ഇത് ഇവിടെയൊക്കെ ഒരുപാട് നിൽക്കുന്നുണ്ട്. ചെയ്ത സ്ഥലം ഇതാണ്. ഇത് വലിയ തരക്കേടില്ല. ഇത് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി. ഇനി അടുത്ത ഐറ്റം നോക്കാം. അടുത്തതാണ് ഈ കാണുന്ന കളറിംഗ് ബുക്ക്. വെക്കേഷനൊക്കെ അല്ലേ, കൊച്ചു കുട്ടികൾക്ക് എന്തായാലും വളരെ ഉപകാരപ്പെടുന്ന ഒരു ബുക്ക് തന്നെയാണ് ഇത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരെണ്ണം 80 രൂപയാണ്. ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പെന്നും കൂടി കിട്ടും. LKG പഠിക്കുന്ന കുട്ടികളും UKG പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ 1ാം ക്ലാസ് 2ാം ക്ലാസ് ഏതോ ആയിക്കോട്ടെ, അങ്ങനെ കൊച്ചു കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അവർക്ക് സന്തോഷം നൽകുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത്. ഇതും എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെയാണ് തോന്നിയത്. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ കാണാം. ഇനി ഇത് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഈ പെന്നിൽ വെള്ളം നിറയ്ക്കണം. വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത ശേഷം ഇതിലേക്ക് വെള്ളം നിറയ്ക്കാം.
വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഇതിൻ്റെ പേജുകളിലൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സൂപ്പറായിട്ടില്ലേ ഇത്? എന്തായാലും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവർ ഇത് മേടിച്ചു കൊടുത്താൽ അവർക്ക് നേരം പോവുകയും ചെയ്യും. അതുപോലെ മൊബൈൽ നോക്കിയിരിക്കത്തുമില്ല. മൊബൈൽ TV നോക്കിയിരിക്കൊക്കെ അല്ലേ ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് കണ്ണിനൊക്കെ കേട് വരുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള ഐറ്റംസൊക്കെ മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനും ഒരു ഉപകാരമാവും. പിന്നെ ഈ കളറിംഗ് ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ബുക്കാണ്. ഇത് ഒരു പ്രാവശ്യം കളർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അത് ഡ്രൈ ആവുമ്പോൾ വീണ്ടും പേജ് പഴയതുപോലെ തന്നെ ആകും. പടമെല്ലാം എറേസായി പോകും. കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവർ എന്തായാലും ഉറപ്പായിട്ടും വാങ്ങി വെക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇത്. അതുപോലെ ഈ 80 രൂപയ്ക്ക് വലിയ നഷ്ടമൊന്നുമല്ല. എന്തായാലും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നതാണല്ലോ. അതുകൊണ്ട് ഒരു നഷ്ടവും ഇല്ല 80 രൂപയ്ക്ക്. ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്ന് എനിക്ക് പണി കിട്ടിയ ഒരു ഐറ്റമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഷോപ്സി എന്നെ ചതിച്ചു ഗൈസ്. ഇതാണ് എനിക്ക് ഷോപ്സിയിൽ നിന്ന് പണി കിട്ടിയ ഐറ്റം. ഈ 2 ടീഷർട്ട് ഞാൻ ഷോപ്സിൽ നിന്ന് വാങ്ങുന്ന റേറ്റ് എന്ന് വെച്ചാൽ ഒന്നിന് 67 രൂപ, രണ്ടും കൂടി 134 രൂപയ്ക്കാണ് ഞാൻ വാങ്ങുന്നത്. 67 രൂപയല്ലേ ഉള്ളൂ, വളരെ അഫോർഡബിൾ ആണ്. എന്തായാലും വാങ്ങി നോക്കാം, ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഈ ടീഷർട്ട് ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്, ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത ഞാൻ കാണിച്ചു തരാം. ഇത് ഈ കാണുന്നത് പോലെ ഒരു കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. വാഷ് ചെയ്തതിന് ശേഷവും ഇതിൻ്റെ പെയിൻറ്റിങ്ങിനോ കളറിനോ ഒന്നും ഒരു കുഴപ്പമില്ല. അടുത്ത ടീഷർട്ട് നോക്കിക്കേ, ഇതാണ് അവസ്ഥ. ഇത് ഒറ്റ വാഷിന് ശേഷം ഈ കറുത്ത പെയിൻ്റ് എല്ലാം സ്പ്രെഡായിട്ടുണ്ട്. സ്പ്രെഡ് ആയതിനു ശേഷം ഞാൻ വീണ്ടും ഒന്ന് നന്നായിട്ട് കഴുകി നോക്കി. അപ്പോൾ കുറച്ചൊക്കെ പോയതുള്ളൂ. പക്ഷേ ഇടാനൊന്നും കൊള്ളാതെ വെറും വൃത്തികേടായിട്ട് പോയി. ഇതുപോലെ 2 കൈയിലും ഈ കറുത്ത പെയിൻറ് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലായിടത്തും സ്പ്രെഡായിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോലും ഇടാൻ പറ്റിയില്ല. പിന്നെ ഒന്ന് സമാധാനിക്കാം, റേറ്റ് ഇത്രയല്ലേ ഉള്ളൂ, 67 രൂപയല്ലേ ഉള്ളൂ, അധികം പൈസയൊന്നും പോയില്ല എന്നൊരു സമാധാനം, അത്രേ ഉള്ളൂ. ഇതെനിക്ക് വലിയ അഫോർഡബിളായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഒരു ടീഷർട്ട് നന്നായിട്ടുണ്ടല്ലോ, അത് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് സമാധാനിക്കാം. ഇനി ലാസ്റ്റ് അടുത്തൊരു ഐറ്റം കൂടി കാണാം. ഇതാണ് ആ ഐറ്റം. എനിക്ക് ഏറ്റവും ഇഷ്ടമായ, എത്രയും പർച്ചേസ് ചെയ്തതിലും ഇപ്പോൾ ഈ മേടിച്ച സാധനങ്ങളിലെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടമായതാണിത്. ഇതും അന്ന് ഓഫർ റേറ്റിലായിരുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വെറും 168 രൂപയേ ഉള്ളൂ. 168 രൂപയ്ക്ക് വളരെ അഫോർഡബിളാണ്. എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നി. അതുപോലെ തന്നെ ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയാണ്. ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല സ്പേസൊക്കെ ഉണ്ട്. നമുക്ക് മൊബൈലായാലും ഒരു ചെറിയ കുപ്പിയിൽ വെള്ളം വയ്ക്കാം, മൊബൈൽ, പൈസ, പേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല സ്പേസ് ഉണ്ട്. ഇതും എനിക്ക് അഫോർഡബിളായിട്ടാണ് തോന്നിയത്. ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഈ റേറ്റിന് എന്തായാലും കടയിലൊന്നും കിട്ടത്തില്ല. ചില സമയത്ത് ഇതുപോലെ ഓഫർ റേറ്റ് ഇടുമ്പോഴത്തേനും വാങ്ങിയാൽ നന്നായിട്ട് ചിലപ്പോൾ നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടും, ചില സമയത്ത് പണി കിട്ടും. എനിക്ക് ടീഷർട്ടിൽ കിട്ടിയതുപോലെ ചില സമയത്ത് പണി കിട്ടും. പക്ഷേ ഇതിന് ഒരു പണിയും കിട്ടിയിട്ടില്ല. ഇത് നല്ല ഐറ്റമാണ്. ഇത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ക്വാളിറ്റി ബേസ് ആയിട്ടായാലും റേറ്റ് ബേസ് ആയിട്ട് നോക്കുകയാണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.